കൊച്ചിന് ഇങ്ങനെ അഡ്മിഷനും എല്ലാത്തിനായിട്ട് ഒരുപാട് പൈസ ചിലവാകും. 1.5 ലക്ഷം രൂപ ഓരോ പ്രാവശ്യവും അഡ്മിഷന് വേണ്ടി ചിലവാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് അഡ്മിഷൻ വരണേന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയ്ക്കാണ് അത്യാവശ്യം. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 2 ചെവിയുടെ കേൾവി പോയി. ഒറ്റ നോട്ടത്തിൽ ലക്ഷ്മി ഒരു സാധാരണ നിലയിലാണ് ജീവിക്കുന്നതെന്ന് കരുതും. എന്നാൽ 32 വയസ്സുള്ള ലക്ഷ്മി ഇന്നും ജീവിക്കുന്നത് മരുന്നുകളുടെ സഹായത്തോടെയാണെന്നറിഞ്ഞാൽ ആരുടെയും കരളലിയിക്കും. എറണാകുളം കോലഞ്ചേരിക്ക് സമീപമുള്ള പാങ്കോട് ഇടത്തിൽ വീട്ടിൽ പരേതനായ ലാലുവിന്റെയും ലേഖയുടെയും മകളാണ് ലക്ഷ്മി. 6ഓളം അസുഖങ്ങളാണ് തുടർച്ചയായി ലക്ഷ്മിയെ വേട്ടയാടുന്നത്. ജനിച്ചപ്പോൾ മുതലുള്ള ഹൃദയത്തകരാറിൽ തുടങ്ങി കിഡ്നിയുടെ പ്രവർത്തനക്കുറവ്, ഞരമ്പുകളിൽ വരുന്ന ബ്ലോക്ക്, നിരന്തരം വരുന്ന സ്ട്രോക്ക്, തൈറോയിഡ്, 2 ചെവികൾക്കുമുള്ള കേൾവിക്കുറവ്, ഇത്രയും രോഗത്തിനാണ് ലക്ഷ്മി ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. കേൾവിശക്തിയും സംസാരിക്കുവാനുള്ള ശേഷിയും കുറവായതിനാൽ ലക്ഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് ലക്ഷ്മിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത്. ജനിച്ചപ്പോൾ ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ 5 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ചേട്ടൻ അപ്പോഴേക്കും ബ്രെയിൻ ട്യൂമറായിട്ട് കിടപ്പിലായിപ്പോയി. ആ സമയം ഓപ്പറേഷനൊന്നും ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ 18 വയസ്സിൽ തീരെ അവശതയായപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത് ഹാർട്ടിന്. ഓപ്പറേഷൻ വന്നിട്ട് ശരിക്കും വിജയിച്ചില്ല. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അത്രയും പ്രായമായി ചെയ്തതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ അസുഖങ്ങൾ അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പം 6ഓളം അസുഖങ്ങളുണ്ട്. ഉണ്ട് ഇപ്പം. സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലാത്ത കൊച്ചിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. കാലിൽ നിരന്തരം ബ്ലോക്കുകൾ വരും, സ്ട്രോക്ക്, പിന്നെ തലയ്ക്ക് 2 പ്രാവശ്യം ഇപ്പോൾ സ്ട്രോക്ക് വന്നു, കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, പിന്നെ തൈറോയിഡ്, കൊളസ്ട്രോൾ ഉണ്ട്. വരുമാനം എന്ന് പറയാനൊന്നും തന്നെ ഇല്ല. എങ്ങും പോകണില്ല, പണിക്കൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും ഓരോ അസുഖങ്ങൾ തലചുറ്റലായിട്ടും. താങ്ങാവുന്നതിലപ്പുറമാണ് ലക്ഷ്മിക്ക് വേണ്ടിയുള്ള ചികിത്സാ ചെലവ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെ. ഓരോ തവണ ആശുപത്രിയിൽ എത്തുമ്പോഴും 6 വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ കാണണം. ഒരു വിഭാഗത്തിലെ ഡോക്ടറെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം ബുക്ക് ചെയ്തു പോകണം. ഡോക്ടർ ഫീസും മരുന്നും ടെസ്റ്റിനുള്ള തുകയും യാത്രാ ചെലവും എല്ലാം കൂടി ഒരു മാസം വലിയൊരു തുക വരും. അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ അതിനുള്ള ചെലവ് വേറെയും. രക്തക്കുഴലിലുണ്ടാകുന്ന ബ്ലോക്കാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിലും, സ്ട്രോക്കാണ് വരുന്നതെങ്കിൽ അതിനും ഒത്തിരി മുകളിലും ചെലവുകൾ നീളും. ഇതുവരെ 12ഓളം അഡ്മിഷനിലായി ഏകദേശം 30 ലക്ഷത്തോളം രൂപയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർമാർ പറയുന്ന കണ്ണിന് വരുന്ന ഒരു അസുഖമാണ് ഇപ്പോഴെന്നാ പറഞ്ഞത്, ഡീമൈലിനേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ അസുഖത്തിന് നട്ടെല്ലിൽ നിന്ന് തുളച്ച് എടുത്ത് ഒരാഴ്ചയ്ക്കാണ് ബയോപ്സി ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സ്റ്റീറോയിഡ് പോലുള്ള ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വർഷം തന്നെ 2 പ്രാവശ്യം അഡ്മിറ്റായി. കഴിഞ്ഞ മാർച്ചിൽ ഈ കൊച്ചിന് ഇങ്ങനെ നെഞ്ചിന് ഭയങ്കര ഒരു വിഷമം വന്നു പോയപ്പോൾ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് അതിന് 15 ദിവസം കിടന്നിട്ടാണ് പോകുന്നത്. അതിനുള്ള മരുന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും എല്ലാത്തിനും മരുന്ന് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതിൽ 3 അറിയുള്ളൂ, 1 ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ രക്തം ശുദ്ധീകരിക്കണത് തിരിഞ്ഞിരിക്കുക, നല്ല ശുദ്ധരക്തം പോവാനുള്ള ഇതില്ല. അതുകൊണ്ട് നീല കളർ വരുന്നതെന്ന് പറഞ്ഞത്. മൊത്തം എല്ലാ രക്തവും കൂടി മൊത്തത്തിൽ ഒഴുകണം. നീല കൈക്കും ചുണ്ടിനും കാലിനൊക്കെ. നിലവിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലാണ്. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയ പണിക്കൊക്കെ പോകണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിന് പാടില്ലാണ്ട് ഒട്ടും വയ്യാണ്ടായപ്പോൾ പണി നിർത്തി വീട്ടിലിരുന്നത്. പിന്നെ പഞ്ചായത്ത് വഴി അവരൊക്കെ സഹായിക്കുന്നു, കിറ്റൊക്കെ ആയിട്ട് ഒരു മാസത്തിലേക്കുള്ള. പിന്നെ അതിദരിദ്രർ എന്നുള്ള ഇതിൽ പേരുണ്ട് പട്ടികയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിറ്റ് കിട്ടും. എന്താണ് ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്? എന്താണ് ഇപ്പോൾ എന്തായാലും എല്ലാവരോടും ചോദിക്കാനോ പറയാനുള്ളത്? എന്താ ഞങ്ങൾക്കിപ്പോൾ ഈ കുട്ടീനെ ഇങ്ങനെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റൊക്കെ ആകുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്, മരുന്ന് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ അഡ്മിഷനും എല്ലാത്തിനായിട്ട് ഒരുപാട് പൈസ ചിലവാകും. 1.5 ലക്ഷം രൂപ ഓരോ പ്രാവശ്യവും അഡ്മിഷന് വേണ്ടി ചിലവാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് അഡ്മിഷൻ വരണേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കപ്പോൾ പൈസയ്ക്കാണ് അത്യാവശ്യം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ എന്തെങ്കിലും ഇങ്ങനെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ്, ഞങ്ങൾക്ക് പൈസയ്ക്കാണ് ആവശ്യം. ഇപ്പം നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ചാരിറ്റി പ്രസ്ഥാനങ്ങളുടെയും കാരുണ്യമാണ് നാളിതുവരെ ഇവർക്ക് താങ്ങായി നിന്നത്. ആശുപത്രിയിലാണെങ്കിലും നേരത്തെ ഓപ്പറേഷനൊക്കെ അവർ നന്നായിട്ട് സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ നാട്ടുകാരെല്ലാവരും പിരിവൊക്കെ ഇട്ട് പൈസയൊക്കെ തന്നായിരുന്നു. ആ സമയത്ത് ചേട്ടന് സുഖമുണ്ടായപ്പോഴും പൈസ അവർ പിരിവിട്ട് തന്നു. മോളെ ഓപ്പറേഷൻ്റെ സമയത്തും പിരിവിട്ട്. സ്കൂളിൽ പോകണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ ടീച്ചർമാരെല്ലാവരും കൂടി അങ്ങനെയാണ് ഓപ്പറേഷൻ്റെ സമയത്ത് ചെയ്തത്. ഇനി ഒരു സാധ്യതയില്ല. ചാരിറ്റിയുടെ അവർ ഇത്രയും നാളുകളായിട്ട് അവർ കഠിനമായി പ്രയത്നിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ആശുപത്രിയിൽ നിന്ന് പോരാനൊക്കെ പറ്റിയത്. ഇനി അവരുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ അമൃതയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഓരോ ടെസ്റ്റിനും ഇനി അവർ ഫ്രീ ആയിട്ടൊന്നും ചെയ്യില്ല. ഒരു പ്രാവശ്യം അവർ ഓപ്പറേഷൻ്റെ സമയത്ത് ഫ്രീ ആയിട്ട് മൊത്തം ചെയ്തു തന്നതാണ്. ഇനി അവരൊന്നും ചെയ്യില്ല. അവർക്ക് വേറെ ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു അഡ്മിഷൻ വരുമ്പോഴും ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഇതായിരുന്നു, തലയ്ക്ക് സ്ട്രോക്ക് പോലെ വന്നത്. പരിധികൾക്കപ്പുറം നീളുന്ന ലക്ഷ്മിയുടെ രോഗാവസ്ഥയിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായമാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടത്. അതിനായി ആരുടെ മുന്നിൽ ഇനി കൈ നീട്ടണമെന്നും ഇവർക്ക് അറിയില്ല. രോഗങ്ങൾക്കും അതിലേറെ കഷ്ടതകൾക്കും നടുവിൽ ഏറെ ദുരിതമനുഭവിക്കുന്ന ഇവരുടെ ജീവിതം ഇത് കാണുന്ന നന്മയുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പർ മുഖേനയോ UPI സംവിധാനം ഉപയോഗിച്ചോ ഇവരെ സഹായിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്.